നമസ്കാരം. അപ്പോൾ ടെർബോ ജോസിന്റെ ഇടി കേരളം മൊത്തം അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ ഓവർസീസ് മൊത്തം അലയടിക്കുകയാണ്. ടെർബോ സിനിമയുടെ മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച പോലും നൈറ്റ് എക്സ്ട്രാ ഷോ കളിച്ചത് 160 ഷോകളാണ്. ആദ്യ ദിവസം 224 നൈറ്റ് എക്സ്ട്രാ ഷോകളും രണ്ടാം ദിവസം 156 നൈറ്റ് എക്സ്ട്രാ ഷോകളും ടോട്ടൽ 3 ദിവസങ്ങൾ കൊണ്ട് മാത്രം ടെർബോ എന്ന സിനിമ നൈറ്റ് എക്സ്ട്രാ ഷോകൾ മാത്രം 530 കളിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ ടെർബോ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് തകർക്കാൻ ശ്രമിക്കുന്നവർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഡീഗ്രേഡിംഗ് ഒക്കെ ടെർബോയുടെ 7 അയലത്ത് പോലും എത്തില്ലെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞില്ലേ. മൂന്നാം ദിവസമായ ഇന്നലെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 1,90,000 ടിക്കറ്റുകളാണ്. 3 ദിവസങ്ങൾ കൊണ്ട് മാത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 5,50,000 ടിക്കറ്റുകളും. ഇന്ന് ടെർബോയുടെ 4ാം ദിവസമാണ്, ആദ്യ ഞായറാഴ്ച. ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഇന്ന് മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് കാണാൻ സാധിക്കുന്നത്. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ. ആദ്യത്തെ 3 ദിവസങ്ങൾ കൊണ്ട് മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം കളക്ട് ചെയ്തത് ഏകദേശം 14 കോടി രൂപയോളമാണ്. ഇന്ത്യയിൽ നിന്നും മാത്രം ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 16 കോടി രൂപയ്ക്ക് മേലിലും. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷനായിട്ട് ഇതുവരെ നേടിയിരിക്കുന്നത് 22 കോടി രൂപയോളമാണ്. ടോട്ടൽ 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 39-40 കോടി റേഞ്ചിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ടെർബോയുടെ 4ാം ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ കളക്ഷൻ, ആഗോള കളക്ഷൻ ഡബിൾ ഡിജിറ്റ് തൊടാൻ സാധിച്ചാൽ ചിത്രം 4ാം ദിവസം കൊണ്ട് തന്നെ 50 കോടി ക്ലബിൽ ഇടം നേടുമെന്ന് തീർച്ചയാണ്. ഈ ഒരു ബോക്സ് ഓഫീസ് കുതിപ്പ് തുടരാൻ സാധിച്ചാൽ പെട്ടെന്ന് തന്നെ ചിത്രം 100 കോടി ക്ലബിലും എത്തുമെന്ന് ഉറപ്പായി പറയാൻ സാധിക്കും. ഈ രാവിലെ തന്നെ ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഏകദേശം 3500-ൽ പരം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത്. 3ാം ദിവസമായ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ഏകദേശം 4 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.